ദുബായിലെ അൽ ഷിന്തക ഇടനാഴി വികസന പദ്ധതിയുടെ ആദ്യ കരാറിന്റെ 45% നിർമ്മാണം പൂർത്തിയായി. ഇപ്രകാരം ഒരു മണിക്കൂറിൽ 19,400 വാഹനങ്ങൾ ഇതിലൂടെ കൈകാര്യം ചെയ്യാനാകും. ആകെ 3.1 കിലോമീറ്റർ ദൈർഘ്യമുള്ള 3 പാലങ്ങളുടെ നിർമ്മാണം ഇതിനായി പൂർത്തിയാക്കും. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ദുബായിലെ ദൈറ, ബർദുബായ് നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അൽ ഷിന്തക ഇടനാഴി മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ വികസനം. ഈ പദ്ധതിയുടെ 4ാം ഘട്ടത്തിനായുള്ള ആദ്യ കരാറിന്റെ 45% നിർമ്മാണ ജോലികളാണ് പൂർത്തിയായത്. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഇക്കാര്യം വ്യക്തമാക്കി. ഇതുവഴി മണിക്കൂറിൽ 19,400 വാഹനങ്ങൾ ഇതിലൂടെ സഞ്ചരിക്കും. 3.1 കിലോമീറ്റർ ദൈർഘ്യമുള്ള 3 പാലങ്ങളുടെ നിർമ്മാണം ഇതിനായി പൂർത്തിയാക്കും. സ്വതന്ത്രമായ ഗതാഗതം സുഗമമാക്കുക, റോഡ് ഗതാഗത ശേഷി വർദ്ധിപ്പിക്കുക, ട്രാഫിക് സുരക്ഷ വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ വികസനങ്ങൾ. ദുബായ് ഖലീഫ ബിൻ സായിദ് സ്ട്രീറ്റിന്റെ കവല മുതൽ ഷെയ്ഖ് റാഷിദ് റോഡിൽ നിന്ന് അൽമിന സ്ട്രീറ്റിലെ ഫാൽക്കൺ ഇന്റർസെക്ഷൻ വരെ 4.8 കിലോമീറ്റർ നീളത്തിലാണ് ഈ പദ്ധതി. ഷെയ്ഖ് റാഷിദ് റോഡിനും ഫാൽക്കൺ ഇന്റർസെക്ഷനും ഇടയിലുള്ള ഗതാഗതം ഇതോടെ എളുപ്പത്തിലാകും. ഓരോ ദിശയിലും 3 വരികളുള്ള 1335 മീറ്റർ നീളത്തിലാണ് പാലം. ഫാൽക്കൺ ഇന്റർസെക്ഷനിൽ നിന്ന് അൽവാസൽ റോഡിലേക്ക് പോകുന്ന ഗതാഗതത്തിന് 3 വരികളുള്ള 780 മീറ്റർ നീളമുള്ള പാലം വരും. അതേസമയം ഫാൽക്കൺ ഇന്റർസെക്ഷന്റെ ദിശയിൽ ജുമേറ സ്ട്രീറ്റിൽ നിന്ന് അൽമിന സ്ട്രീറ്റിലേക്കുള്ള ഗതാഗതത്തിന് 2 വരികളുള്ള 985 മീറ്റർ നീളമുള്ള പാലവും വരുന്നുണ്ട്. ദുബായ് ഷെയ്ഖ് റാഷിദ് റോഡിലും അൽമിന സ്ട്രീറ്റിലും 2 പുതിയ കാൽനട പാലങ്ങളും ഇതോടൊപ്പം നിർമ്മിക്കും. ഇപ്രകാരം ദുബായിയുടെ മുഖച്ഛായ മാറ്റുന്ന മറ്റൊരു റോഡ് പാലം വികസന പദ്ധതിയാണിത്. ജയ് ഹിന്ദ് ന്യൂസ്, ദുബായ്.